ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്ര പറയുകയാണ്, ഒരു ഡൈനിങ് ടേബിളും കൂടി മേടിക്കണം, അതിനുശേഷമേ സ്വസ്ഥതയായിട്ടിരുന്ന് ഭക്ഷണവും കഴിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ, കണ്ടോ മുത്തശ്ശിയുടെ സന്തോഷമല്ല വലുത്, അതെ അവർക്ക് അവരുടെ സന്തോഷം തന്നെയാണ് വലുത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ഒന്ന് ചിരിക്കുക. അതിനുശേഷം നമ്മുടെ രവിയോട് പറയാണ്, രവി കണ്ടില്ലേ, നിനക്ക് ഇത്രയും വലിയൊരു കുടുംബം കിട്ടിയില്ലേ, അതിന് ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു രവി. ദേ ഈ കുടുംബം സന്തോഷത്തോടെയും സമാധാനത്തോടെ ഒക്കെ പോണം. നിനക്കിനി അസുഖമൊന്നും വരാതെ നോക്കണം കേട്ടോ രവി, നീ മനസ്സ് വിഷമിപ്പിക്കാനായിട്ട് നിൽക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ സച്ചി പറയുകയാണ്, അച്ഛൻ അസുഖം വരാനുള്ള കാരണവും അച്ഛൻ്റെ മനസ്സമാധാനം കെടുത്തുന്നത് അത് ഇവർ തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് വർഷയെയും നമ്മുടെ ശ്രീകാന്തിനെയും ചൂണ്ടിക്കാണിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ആകെ കലിയും വരികയാണ്. കലി വന്നു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ ഞങ്ങളെ കുറ്റം പറയുന്നത്? ദേ സച്ചേട്ടൻ കാരണം തന്നെയാ അച്ഛൻ ഇങ്ങനെയൊക്കെ വരാനുള്ള കാരണം. ഞാനെന്ത് കാരണം? സച്ചേട്ടൻ കുടിച്ചു വരുന്നു, അതുകൊണ്ട് തന്നെയാണ് ദേ അച്ഛൻ ഇങ്ങനെയൊക്കെ അസുഖം വരാനുള്ള കാരണം. ഇത് കേട്ട ശ്രുതിയും ശ്രുതിയും ഒക്കെ അതിന് കൂട്ടുപിടിക്കുകയാണ്. അത് ശരിയാ, ഇവൻ എപ്പോഴും കുടി തന്നെയാണ് അച്ഛമ്മേ. എന്നിട്ട് ഈ കുടുംബത്തിൽ കയറി ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴാണ് അച്ഛനും മനസ്സിനും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാ അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും വർഷയും അതിൽ കയറി, അതല്ലെങ്കിൽ ശരിയാണ്, ദേ ഇദ്ദേഹമില്ലേ ചുമ്മാ ഓരോ പ്രശ്നം ഉണ്ടാക്കും അച്ഛമ്മേ, എന്നിട്ട് ഞങ്ങളുടെ മേലും മെക്കിട്ട് കയറുക തന്നെ ചെയ്യും. അപ്പോൾ രേവതിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സഹിക്കാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ രേവതി എടുത്ത് വായിക്കും, നിങ്ങളെന്തിനാ എല്ലാവരും കൂടി സച്ചിയേട്ടനെ കുറ്റപ്പെടുന്നത്? അതിൻ്റെ കാര്യമൊന്നുമില്ല. സച്ചിയേട്ടൻ തെറ്റ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കും. അത് ഇത്ര വലിയ തെറ്റാണോ എന്ന് ചോദിക്കുക. അച്ഛമ്മ നിർത്ത്, ഏതായാലും നിങ്ങൾ തല്ലുപിടിക്കാനായിട്ട് നിൽക്കരുത്. നിങ്ങൾ എന്തിനാ പരസ്പരം ഇങ്ങനെ തല്ലുപിടിക്കുന്നത്? നിങ്ങൾ ചേട്ടനനിയന്മാരല്ലേ, അവരുടെ ഭാര്യമാരല്ലേ, എന്നിട്ട് ഈ കുടുംബത്തിൽ അവരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണോ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടേ സോൾവ് ചെയ്യാനായിട്ട്, അല്ലാതെ മറ്റുള്ളവരുടെ ഇടയിൽ കയറി കിടന്ന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഭയങ്കര ബോറല്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സച്ചി വീണ്ടും പറയാണ്, എടാ നിങ്ങൾ രണ്ട് ഓട്ടക്കാരും കൂടി ചേർന്നിട്ട് എന്നെ ഇപ്പോൾ കുറ്റപ്പെടുത്തുകയാണ്. സച്ചി നീ മിണ്ടാതിരിക്കും സച്ചി. അല്ല അച്ഛമ്മേ, ഇവർ പറയുന്നത് കേട്ടില്ലേ, ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. സച്ചി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ ചേട്ടനനിയന്മാർ തമ്മിൽ യാതൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിന് തന്നെയാണ് മോശം. നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ദേ നിങ്ങൾ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങൾ ഒന്നിക്കോ? ഇല്ലല്ലോ, അവരും വഴക്ക് കൂടി തന്നെ ഇരിക്കുള്ളൂ. അതൊന്ന് ചിന്തിച്ച് നോക്കിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി, അയ്യോ അച്ഛമ്മേ, ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. പിന്നെ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, അല്ലാതെ ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹമാണ്. ദേ രേവതി, നീ എൻ്റെ രാജകുമാരിയാണ് രേവതി. നിനക്ക് ഈ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നന്നായിട്ടറിയാം. എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് സോൾവ് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് നിനക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്നും പറയാം. ഇത് കേട്ട ചന്ദ്രയ്ക്ക് അതങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ചന്ദ്രയാണെങ്കിൽ, ഇവൻ തന്നെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ചന്ദ്രേ നീ നിർത്ത്, നിൻ്റെ വായയാണ് ആദ്യം ഉടക്കേണ്ടത്. എൻ്റെ ഭഗവാനെ, ദേ എനിക്കിനി എൻ്റെ ആരോഗ്യം വെച്ച് കുറച്ചും കൂടി ആയുസ് ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്, കുറച്ച് വർഷകാലം. ദേ അതിനു മുമ്പ് ഒരാഗ്രഹവും കൂടി ഉണ്ട്, എനിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരക്കുഞ്ഞുങ്ങളെ കാണുമെന്ന്. അതിനുശേഷം എന്നെ അങ്ങോട്ട് മേളിലേക്ക് വിളിച്ചാൽ മതി, ഞാൻ സന്തോഷത്തോടെ പൊയ്ക്കോളാം. ഇത് കേട്ട സച്ചി, അച്ഛമ്മ അങ്ങനെ പെട്ടെന്നൊന്നും പോകില്ലെന്നേ. ദേ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെയും കണ്ട് അവരുടെ കുഞ്ഞുങ്ങളെയും കണ്ട് അവരുടെ കല്യാണവും കണ്ടിട്ടേ അച്ഛമ്മ പോകുള്ളൂ. ഒന്ന് പോടെ സച്ചി, എനിക്ക് അത്രയും വലിയ കൊതിയൊന്നുമില്ല, അത്രയും വലിയ ആഗ്രഹങ്ങളും ഇല്ല. എനിക്ക് നിങ്ങളുടെയൊക്കെ പേരക്കുഞ്ഞുങ്ങളെ കണ്ടാൽ മതി, അത്രയ്ക്കും സന്തോഷമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, ഞാനേ ആദ്യം ജനിക്കാൻ പോകുന്നൊരു കുഞ്ഞിനൊരു സമ്മാനം വെച്ചിട്ടുണ്ട്. ഇത് കേട്ട സച്ചി, സമ്മാനോ? എന്ത് സമ്മാനം? അപ്പോൾ ചന്ദ്രയാണെങ്കിൽ അന്തിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആദ്യം ജനിക്കാൻ പോകുന്നത് ആരുടെ കുഞ്ഞാണോ, എനിക്ക് കുറേ സ്വത്തുക്കളും വകകളൊക്കെ ഉണ്ടെന്നറിയാലോ, ആ സ്വത്തുക്കൾ മുഴുവനും ആ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെക്കുമെന്നും അച്ഛമ്മ പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശ്രുതിയാണെങ്കിലും, എൻ്റെ ദൈവമേ, സ്വത്തുക്കൾ മുഴുവൻ കുഞ്ഞിൻ്റെ പേരിലോ? അപ്പം സച്ചി, അയ്യോ എന്തിനാ അച്ഛമ്മേ, സ്വത്തുക്കളൊന്നും കുഞ്ഞുങ്ങളുടെ പേരിൽ എഴുതി വെക്കേണ്ട ആവശ്യമില്ലല്ലോ, അതല്ല അച്ഛമ്മയുടെ പേര് തന്നെ ഇരുന്നോട്ടെ. എന്തിനാണ് സച്ചി എനിക്ക് ഈ സ്വത്തുക്കൾ? അതിൻ്റെ കാര്യമൊന്നുമില്ല. ദേ
ഞാൻ ഇനി സ്വത്ത് കൊണ്ട് എന്ത് ചെയ്യാനാണ്? ആ സ്വത്ത് ആദ്യം ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് തന്നെയായിരിക്കും. ഇത് കേട്ട ചന്ദ്രയുടെ കണ്ണ് മഞ്ഞളിക്കുക. അപ്പം ചന്ദ്ര നേരെ ശ്രുതിയെയും ശ്രുതിയെയും മാറി മാറി നോക്കിയാണ്. പറഞ്ഞേക്കാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും ആയിരിക്കണം ആദ്യത്തെ കുഞ്ഞ് ജനിക്കാൻ വേണ്ടി പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവരെ വാർണിംഗ് ചെയ്യുകയാണ്. ഇത് കേട്ട് നമ്മുടെ വർഷയ്ക്കും വളരെയേറെ സന്തോഷം തോന്നിയാണ്. പക്ഷെ വർഷയ്ക്ക് സ്വത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അതേപോലെ തന്നെ രേവതിക്കും അതേപോലെ തന്നെ സച്ചിക്കും വലിയ സ്വത്തിനോടൊന്നും താല്പര്യമില്ല. നിങ്ങൾ തയ്യാറെടുത്തോ, ആരുടെ കുഞ്ഞാണ് എൻ്റെ കൺമുന്നിൽ ആദ്യം വരാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് കാണാലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് നല്ല വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അച്ചമ്മ പൂജാ റൂമിൽ പോയിരുന്ന് മനസ്സൊരുക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുക. ആ സമയത്ത് ചന്ദ്രയും ശ്രുതിയും കൂടെ ഇവിടെ വന്ന് അതെ അച്ചമ്മ നല്ല പ്രാർത്ഥനയിലാണെന്ന് തോന്നല്ലോ. എന്നാലും അച്ചമ്മ സ്വത്തുക്കൾ മുഴുവനും ആദ്യം ജനിക്കാൻ പോകുന്ന കുഞ്ഞിനാണല്ലോ നൽകാനായിട്ട് പോകുന്നത്. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിന് സന്തോഷമായി. എടാ ശ്രുതി, ഈ തള്ള ഇവിടെ നിന്ന് പോകുമോ? പോയാൽ മതിയായിരുന്നു. അല്ല, ഒരു ദിവസം തന്നെ സഹിക്കാനായിട്ട് പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ ഒന്ന് പോയാൽ മതിയായിരുന്നു. അയ്യോ, എന്തിനാ അച്ചമ്മയെ പറഞ്ഞു വിടുന്നത് അമ്മേ? അച്ചമ്മ ഇവിടെ നിൽക്കട്ടെന്നേ. അച്ചമ്മ ഉണ്ടെങ്കിൽ സന്തോഷമല്ലേ ഉള്ളൂ. ഒറ്റ വീക്ക് ഞാൻ തന്നാലും ഉണ്ടല്ലോ സന്തോഷം. ഒരു ദിവസം കൊണ്ട് മതിയായി, പിന്നെയാണ് സന്തോഷം. നീ ഒന്ന് മിണ്ടാതിരിക്കുക. ഈ തള്ളിവിടെ നിന്ന് പോയാൽ മാത്രമേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ. എൻ്റെ ദൈവമേ, പോയിട്ടുണ്ടെങ്കിൽ സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ അച്ഛമ്മ ഈ സന്തോഷം എന്നുള്ളൊരു വാക്ക് കേൾക്കുകയാണ്. എന്താ ചന്ദ്രേ, നീ എന്താ ഈ സന്തോഷം എന്നൊക്കെ പറയുന്നത്? അയ്യോ, അത് വേറൊന്നും അല്ല അമ്മേ. അല്ല, അമ്മ ഇവിടെ എത്ര കാലം നിന്നാലും സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുകയായിരുന്നു ഞാൻ. ഇത് കേട്ടുകൊണ്ടുവന്ന സച്ചിയാണെങ്കിൽ പിന്നെ സന്തോഷം. അപ്പോൾ നമ്മുടെ അച്ഛമ്മ, ചന്ദ്രേ, നീ എന്താണെന്നും നിന്റെ സ്വഭാവം എന്താണെന്നും എനിക്ക് നന്നായിട്ട് തന്നെ അറിയാലോ ചന്ദ്രേ. പിന്നെ എന്തിനാണ് കൂടുതൽ വാചകടിക്കാൻ പോകുന്നത്? അപ്പോഴാണ് നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ വർഷ നേരെ അച്ഛമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട്, അച്ഛമ്മ പോവുകയാണ് അച്ഛമ്മ പോവണ്ട അച്ഛമ്മേ, ഞങ്ങളുടെ കൂടെ ഇവിടെ തന്നെ നിന്നൂടെ? അതല്ലേ ഞങ്ങൾക്ക് സന്തോഷം. ഇനിയുള്ള കാലം ഞങ്ങളോടൊപ്പം നിൽക്കാം. അച്ഛ, അതൊന്ന് പറഞ്ഞു കൊടുക്കുക അച്ഛമ്മയോട്. അയ്യോ മോളെ, അത് തന്നെയാണ് ഞാനും അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അമ്മ കേൾക്കുന്നില്ലല്ലോ. അച്ഛമ്മേ, എനിക്ക് അച്ഛമ്മയെ ഒരുപാട് അങ്ങോട്ട് ഇഷ്ടമായി. നമ്മൾ രണ്ടുപേരും സെറ്റായി അച്ഛമ്മേ എന്ന് പറയുക. അപ്പോൾ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ. അയ്യോ മോളെ വർഷേ, എന്തൊക്കെയാണ് പറയുന്നത്? അമ്മയ്ക്ക് പോയിട്ട് ധൃതിയുണ്ട്. അവിടെ ഒത്തിരി ജോലിയുണ്ട്, ജോലിക്കാരുണ്ട്. അമ്മ പോയാലേ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. അതുകൊണ്ട് അമ്മ പൊയ്ക്കോട്ടെ. ഇത് കേട്ട് നമ്മുടെ സച്ചിയാണെങ്കിൽ, കണ്ടോ അച്ഛമ്മേ, കുറച്ചു മുമ്പ് വരെയും പറഞ്ഞത് അമ്മ എത്ര കാലം വരെ ഇവിടെ നിന്നാലും സന്തോഷം മാത്രമേ ഉള്ളെന്ന്. ഇപ്പം പറയുന്നത് കണ്ടില്ലേ, അമ്മയെ പറഞ്ഞിവിടാൻ ധൃതിയായി എന്ന് പറഞ്ഞപ്പോഴേക്കും ചന്ദ്രയുടെ സ്വഭാവം എനിക്കറിയാലോ. അവളെ ഞാനിവിടെ വന്ന കാലം തൊട്ട് അറിയുന്നതല്ലേ. ഞാനിവള് പറയുന്ന ഒന്നും കാര്യമാക്കാനായിട്ട് പോകുന്നില്ല. ഇപ്പോൾ വർഷം വീണ്ടും പറയണം, അച്ഛമ്മയ്ക്ക് ഇവിടെ നിന്നൂടെ? ഇല്ല മോളെ, എനിക്ക് പോയേ പറ്റുള്ളൂ. കാരണേ അവിടെ ഒത്തിരി ജോലിയുണ്ട്, ജോലിക്കാരൊക്കെ ഉണ്ട്. ഞാൻ ചെന്നാലേ അവിടുത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ രേവതിയും വരിക. രേവതി എവിടെയെന്ന് ചോദിക്കുക. അപ്പം രേവതി മോളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതി ഒന്ന് പോയി കാണട്ടെ കേട്ടോ. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ആകെ ടെൻഷൻ. എന്തിനാ രേവതിയെ കാണാൻ വേണ്ടി അമ്മ പോകുന്നത്? അങ്ങനെ രേവതിയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് അമ്മ. അപ്പോൾ ഇത് രേവതിയാണെങ്കിൽ അമ്മയ്ക്ക് പുതയ്ക്കാനുള്ള ഒരു ടവലൊക്കെ എടുക്കുകയാണ്. അച്ഛമ്മ വന്നോ? അച്ഛമ്മ ബസ്സിലല്ലേ പോകുന്നത്? പോകുമ്പോഴേ ഭയങ്കര തണുപ്പായിരിക്കും, കാറ്റടിക്കാതിരിക്കാൻ ഈ ടവല് വെച്ചോ അച്ഛമ്മേ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ രേവതി, എനിക്ക് നിന്നോട് ചില കാര്യങ്ങളെല്ലാം ചോദിക്കാനുണ്ട്. രേവതി, സച്ചിക്ക് കടങ്ങൾ കൂടുതലുണ്ടല്ലേ? അയ്യോ, അതെന്താ അച്ഛമ്മ അങ്ങനെ ചോദിച്ചത്? അല്ല, നിന്റെ കഴുത്തിൽ കാതിലും കയ്യിലൊന്നും സ്വർണ്ണമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. നിന്റെ കഴുത്തിൽ മഞ്ഞ ചരട് കിടക്കുന്നു. നിന്റെ സ്വർണങ്ങളെല്ലാം സച്ചി പണയം വെച്ചോ? അല്ല, രവിക്ക് ഹോസ്പിറ്റലിൽ ഒരുപാട് കാശ് ആയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാം കൊണ്ടേ പണയം വെച്ചിട്ടുണ്ടാവും അല്ലേ? അയ്യോ ഇല്ല അച്ഛമ്മേ, പണയൊന്നും വെച്ചൊന്നുമില്ല. സച്ചിൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എവിടെ നിന്റെ സ്വർണങ്ങളെല്ലാം എവിടെ? എന്നോട് സത്യം പറഞ്ഞോളാം. അത് പിന്നെ അത് അലമാരയിൽ വെച്ച് പൂട്ടിയിരിക്കുകയാണ്. ഓ, ഞാൻ വിശ്വസിച്ചു. പറ,
താലിമാല പോലും സ്വർണ്ണമില്ല. എന്താ സംഭവിച്ചത്? എന്താന്ന് പറ. അങ്ങനെ ചന്ദ്ര പറഞ്ഞ ആ ദുഷ്ടതരമായ കാര്യങ്ങൾ മുഴുവനും നമ്മുടെ രേവതി പറയുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അച്ചമ്മയ്ക്ക് വന്ന കലി അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കലിയാണ്. അവൾ അങ്ങനെയൊക്കെ ചെയ്തല്ലേ, ഇന്ന് അവൾക്കിട്ട് ഞാൻ വെച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അച്ചമ്മേ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് അച്ചമ്മേ, വേണ്ട അച്ചമ്മ. അങ്ങനെ ചന്ദ്രയുടെ അഹങ്കാരം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും മോളെ? അവളുടെ അഹങ്കാരം അവസാനിപ്പിക്കണ്ടേ? അച്ചമ്മ വേണ്ട അച്ചമ്മേ, പ്രശ്നം ഉണ്ടാക്കരുത്, ദയവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുത്. ശരി, ഞാനിപ്പോൾ ഏതായാലും ചോദിക്കുന്നില്ല. പൊങ്കലിന് എല്ലാവരും കൂടി അങ്ങോട്ട് വരുമല്ലോ, അപ്പം ഞാൻ ചോദിക്കാം. എടാ സച്ചി, സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുക. അപ്പം സച്ചി ആണെങ്കിൽ ദേ വരുന്നു അച്ചമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും കയറി പോവുക. അപ്പം ചന്ദ്രയും ശ്രുതിയാണെങ്കിൽ എന്തിനാ ഇവനെയും കൂടി വിളിച്ച് വരുത്തിയത്? ഇനി എന്തെങ്കിലും പറയാനുണ്ടാവോ? ചിലപ്പേ ഇവർക്ക് കുഞ്ഞുണ്ടാവണമെന്നേ, ആദ്യം കുഞ്ഞുണ്ടാവണമെന്ന് ഉപദേശിക്കാൻ വേണ്ടി അച്ചമ്മ വിളിച്ചുകൊണ്ട് പോയതായിരിക്കും. അപ്പം നമ്മുടെ സച്ചി കയറി ചെന്നതും സച്ചിക്കിട്ട് പട്ടാപ്പട്ടാന്നും പറഞ്ഞ് അടിക്കുക. എന്താടാ ഈ കാണിച്ചത്? എന്താ അച്ചമ്മേ? അച്ചമ്മ എന്തിനാ എന്നെ വെറുതെ തല്ലിയത്? എന്താ കാര്യം അച്ചമ്മേ? നീയേ ഇവൾ കണ്ടില്ലേ, ഇവളുടെ ദേഹത്തും ഒരു തരി സ്വർണം പോലും ഇല്ല. ആ സ്വർണ്ണങ്ങളെല്ലാം എവിടെ? അതെ, അച്ചമ്മയുടെ മരുമകള് വായ തോന്നിയ കാര്യങ്ങൾ മുഴുവനും ഇവളോട് വിളിച്ചു പറഞ്ഞു. ദേഷ്യം വന്ന് ഇവള് സ്വർണ്ണങ്ങളെല്ലാം ഊരിക്കൊടുത്തു. അതെ, അച്ചമ്മയുടെ മരുമകളോട് തന്നെ ചോദിക്ക്, എന്നാലും മനസ്സിലാവുള്ളൂ. എടാ, രേവതി എന്നോട് പറഞ്ഞു, അവളത്രയൊക്കെ അവൾ പറഞ്ഞിട്ടും നീ കയ്യും കിട്ടി നോക്കിയെന്നില്ലേ? നീ ഒരു അക്ഷരം പോലും മിണ്ടിയോ? അയ്യോ അച്ചമ്മേ, ഞാൻ മിണ്ടേണ്ട കാര്യം വന്നില്ല. അച്ചമ്മയുടെ മരുമകൾക്ക് വേണ്ട നല്ല തക്ക മറുപടി രേവതി കൊടുത്തായിരുന്നു. എന്താ പെർഫോമൻസ് എന്ന് അറിയാമായിരുന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയും കാര്യങ്ങളെല്ലാം പറയുകയാണ്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ എത്രയും പെട്ടെന്ന് അവൾക്ക് ഒരു താലിമാല മേടിച്ചു കൊടുക്കണം. അയ്യോ അച്ചമ്മ, ഞാൻ മേടിച്ചു കൊടുക്കാന്നേ. മേടിച്ചു കൊടുക്ക്, ഞാൻ പൈസ തരാം. അയ്യോ വേണ്ട അച്ചമ്മേ, പൈസ ഒന്നും തരണ്ട, വേണം, പൈസ വേണം. അപ്പം രേവതി ആണെങ്കിൽ വേണ്ട അച്ചമ്മേ, സച്ചിയേട്ടൻ സമ്പാദിച്ച പണം കൊണ്ട് താലിമാല മേടിച്ചു തരുമെന്നാണ് ഞാൻ എല്ലാവരോടും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ആവട്ടെ. അച്ഛൻ ഏതായാലും സന്തോഷത്തോടെ പോയിട്ട് വാ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ 3 പേരും കൂടി നേരെ താഴത്തേക്ക് ഇറങ്ങിയാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്ര ചോദിക്കണം, നിങ്ങളെന്ത് ഇത്ര നേരം എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? എന്താ പറഞ്ഞത്? ഇത് കേട്ട അച്ഛമ്മയാണെങ്കിൽ ഞങ്ങൾ രഹസ്യം പറയുമായിരുന്നു. നിന്നോടത് വിശദീകരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ, നീ മിണ്ടാതിരിക്കുക ചന്ദ്രേ, നിന്നോടിപ്പോൾ പറയേണ്ട ഒരാവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുകയാണ് അച്ചമ്മയുടെ അനുഗ്രഹം മേടിക്കാനായിട്ട്. അങ്ങനെ വർഷയും അതേപോലെ തന്നെ വർഷയുടെ ഭർത്താവും കൂടി അനുഗ്രഹം മേടിക്കുക. അപ്പോൾ അനുഗ്രഹം മേടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇവരുടെ കയ്യിലേക്ക് പൈസയും വെച്ച് കൊടുക്കുക. ഇത് കണ്ട ശ്രുതിയും കൂടി ഓടി വന്നിട്ട് അച്ചമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണേ. അപ്പോൾ നമ്മുടെ സച്ചി ആണെങ്കിൽ അച്ചമ്മേ, ഇവർക്ക് അച്ചമ്മയുടെ പൈസ കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ, ഒന്ന് പോടാ, എനിക്ക് പൈസ ഒന്നും കിട്ടാൻ വേണ്ടിയില്ല, അച്ചമ്മയുടെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പം സച്ചിയും രേവതിയാണെങ്കിൽ ഞങ്ങൾക്ക് ഏതായാലും അച്ചമ്മയുടെ അനുഗ്രഹം ഇപ്പം വേണ്ട, എപ്പോഴും അച്ചമ്മയുടെ അനുഗ്രഹം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. അങ്ങനെ ശ്രുതിയെ ഉപദേശിക്കുകയാണ്. ശ്രുതി, നീ ഈ കുടുംബത്തിൻ്റെ വിളക്കാകണം, നീയാണ് ഈ കുടുംബത്തിലെ മൂത്ത മരുമകള്. നിന്റെ അമ്മായിയമ്മയെ കണ്ട് നീ പഠിക്കരുത്, അവള് ആകെ വഷളത്തിയാണ്. പക്ഷേ നീ രേവതിയെ കണ്ടുപിടിച്ചോ, രേവതി ഉത്തമ മരുമകളാണെന്നും പറയുകയാണ്. ഇത് കേട്ട് ശ്രുതിക്ക് അത് അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.